കേരക്കോ? ഓക്കെ, സംഭവം പൊളി കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അയ്യോ, സംഭവം ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു 1.5 ബീസ്റ്റ് തന്നെ. അപ്പൊ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സൂപ്പർ ബൈക്കിനെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത്രയും നോളജ് എനിക്കില്ല റിവ്യൂ ചെയ്യാനുള്ളതൊന്നും. ബൈക്കിനെ കാണാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ സാധാരണ ബൈക്കില്ല, ഒരു ബീസ്റ്റ് ആണ്. ആ ബൈക്കിന്റെ റേറ്റ് കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. അത് ആരുടെ ബൈക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ചേട്ടനാണ്. പുള്ളിയുടെ പേര് പ്രവീണാണ്. പുള്ളിയുടെ വീട് ഇവിടെ റാവച്ചമ്പലം അവിടെയാണ് തോന്നുന്നു. പുള്ളിയായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൊമാറ്റോ ഡെലിവറി പോയ സമയത്ത് അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി, ക്ലോസ് ആയി. എങ്ങനെ പറയാം, ഒരു ആവേശ സിനിമയിലെ മറ്റേ രംഗണ്ണനെ പോലെ ആ ടൈപ്പൊക്കെ ആയി. പുള്ളിയെ കണ്ട ആ ഒരു ഫീലാണ് സത്യം പറഞ്ഞെങ്കിൽ. ഉണ്ടായിരുന്നില്ല, നല്ല ജെന്റിൽമാനാണ്, നല്ലൊരാളാണ്. പിന്നെ ഒരു കാര്യം, പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അത് മാത്രമല്ല, പുള്ളി ഒരു പ്രൊഫഷണൽ റൈഡറാണ്. നമ്മളെപ്പോലെ റൈഡറൊന്നും അല്ല, പക്കാ പ്രൊഫഷണൽ ആണ്. ഒരു വലിയ ടീം തന്നെ ഉണ്ട് അവർക്ക്. അതിന്റെ പേര് സദേൺ ബൈക്ക് റൈഡർ ക്ലബ് ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ അല്ലേ? ഒറ്റ ലൈഫിലേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ച് പൊളിക്കണം. കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഓക്കെ പോന്നാ. വണ്ടി ലുക്കല്ല, ഒരു രക്ഷയില്ല. നീ പോയിട്ടോ. കാല് പോലെ എത്തില്ല, പിന്നെ നീ ഓട്ടിക്കാൻ വേണം. നിന്റെ സൈക്കിൾ ആദ്യം ഓടിച്ച് പഠി. നീ UK നല്ല പാസ്സായി കഴിഞ്ഞാൽ, മാർക്ക് എടുത്ത് നല്ല പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് സൂപ്പർ സൈക്കിൾ വാങ്ങിച്ചു തരാം. പിങ്ക് തന്നെ വാങ്ങിച്ചു തരാം. കൈവിട്. ഓക്കെ ശരി, പോട്ടാ. സമയപ്പോയി. അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ പ്രവീൺ മാമ വെയിറ്റ് ചെയ്യണം. എന്താന്ന് പറ്റി വണ്ടിക്ക്? ശരി, പോയിട്ടാ. ബൈ, സീ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. പോയിട്ടാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പറഞ്ഞ് പ്രാവശ്യമല്ല. ഇവിടെ നിന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം. മണി ഇപ്പോൾ കറക്റ്റ് 9:45 കഴിഞ്ഞിട്ടുണ്ട്. 9:50 എന്ന് പറയാൻ ചാൻസ് ഇല്ല, 9:55 ആയിട്ടുണ്ട്. ശരി, കുഴപ്പമില്ല. എന്നാൽ നേരെ പോകാം. കമൺ കൊയ്ക്ക്. നമുക്കൊരു സ്വീറ്റ് ബോക്സ് വാങ്ങിച്ചാലോ? ചുമ്മാ വെറും കൈ വീശി പോകാൻ പാടില്ല ഒരു വീട്ടിൽ പോകുമ്പോൾ അല്ലേ? ഓക്കെ, ഒരു സ്വീറ്റ് ബോക്സ് ഒന്നേ. ഓക്കെ, അങ്ങനെ സ്വീറ്റ് ബോക്സ് പർച്ചേസ്ഡ്. സ്വീറ്റഡ് കൊണ്ടാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ ഏതൊരു പരസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോകാല്ലേ. ഓക്കെ, പോന്നാ. ബ്ലാക്ക് ബോക്സൺ എനിക്ക് പെട്രോൾ അടിച്ചല്ലോ. വയറ് നിറച്ചെന്ന് പറയാൻ പറ്റൂല, വയറ് നനച്ചെന്ന് പറയാം അല്ലേ? ഓക്കെ, പോകാൻ. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. നേരെ വിട്ട് പോകാൻ തന്നെ എല്ലാം കഴിഞ്ഞ് പെട്രോൾ അടിച്ച് കഴിഞ്ഞ് സ്വീറ്റ് ബോക്സ് വാങ്ങിച്ച് കഴിഞ്ഞു. അങ്ങനെ പ്രവീൺ ചേട്ടനെ കാണുന്നു, ബൈക്ക് റിവ്യൂ ചെയ്യുന്നു, പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അത്ര തന്നെ. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഇതിൻ്റെ ടൈക്ക് കൂടെ കയറി പോണെങ്കിൽ പോവാം. പോട്ടെ നിൽക്കില്ല, ഓടി കാറൊക്കെ മാറിപ്പോ. ഇവിടെ ബ്ലാക്ക് ബോക്സൺ പറഞ്ഞു. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ പ്രാവശ്ചമ്പലം ലൊക്കേഷൻ. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. വഴിയൊക്കെ മറന്നുപോയി, അന്ന് രാത്രി പോയതാണ്. എന്നാലും പതുക്കെ പോകാം. കമോൺ കൊയ് കൊണ്ടാടത്ത നീ പോറന്ത് കാരണത്ത് മറന്ത്. ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയില്ലല്ലേ? നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. സദേൺ റെയിൽവേ. നമ്മൾ ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്താറായി. ഇതാണ് വീട്. ഏത് വീട്? ഈ വീട് തന്നെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അന്ന് വന്നപ്പോൾ ഇത് തന്നെ. പ്രവീൺ ചേട്ടോ ഉണ്ടാ? ഇവിടെ നിന്ന് വിളിച്ച് നോക്കണം. അത് ബെല്ലടിക്കണോ? ബെല്ലടിച്ച് നോക്കാം. ഇത് തന്നെ വീട് മാറിപ്പോയില്ലല്ലോ. കോമഡി ആയിരിക്കും. ഇത് തന്നെ വീട്. ബൈക്കുണ്ട്. ഹായ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ മോനാണ്. ഹായ് പൃഥ്വി, സുഖമാണോ? ഇന്ന് പോയില്ലേ? ക്ലാസ് ഇല്ല. മോള് ഹായ്. എവിടാ? അണ്ണനെ കാണാനില്ല. ഇതാണ് ബൈക്ക്. നല്ല കാണിച്ചു തരാം. ഓക്കെ, അപ്പം വണ്ടി ഇവിടെ വയ്ക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് പ്രവീൺ ചേട്ടൻ്റെ വീട്. അപ്പോൾ ഇതിപ്പോൾ കണ്ടത് പ്രവീൺ ചേട്ടൻ്റെ മൂത്ത മോനും. മോളകത്ത് പോയാൽ അവിടെ കാണി ക്യാമറക്കകത്ത് തരാൻ പറ. പേര് മറന്നു. എന്തോന്ന് പേര്? മോളുടെ പേര് പ്രാർത്ഥന. അപ്പോൾ ഇത് പ്രാർത്ഥനയാണ്. ഇത് പ്രവീൺ ചേട്ടൻ്റെ വൈഫാണ്. സുഖമാണോ? നമ്മളിങ്ങനെ വ്ളോഗറായിട്ട് ചെറിയൊരു യൂട്യൂബറായിട്ട് നടക്കുന്നു. കാണുന്നുണ്ടോ? അടിപൊളി. നമ്മൾ ആൾക്കാരെ നീ വിഷയല്ലേ? നമ്മളൊരു വൈബ് വരുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്. ഹായ് ചേട്ടാ. ജിമ്മ് തള്ള ശരി തന്നെ. മസിലെ കൊണ്ടല്ലേ? മസിലെ കൊണ്ടല്ലോ കയ്യില്. ഡബിൾസ് കൊണ്ടാ കയ്യില്. ഞാനും പണ്ട് ജിമ്മിൽ പോകുമായിരുന്നു. നടത്തി ഇപ്പം സമയമില്ല തന്നെ. ഒരു പോസ് ആണ് സ്ലോ മോഷനില്ല. ഞാൻ നോക്കട്ടെ. നമ്മളെ റെസ്ലിംഗ് റോക്കിനെ പോലെ കണ്ട സൈഡ് കണ്ട അല്ലേ? അത് പോയിക്കൊണ്ടിരിക്കുക പാട്ട്. പിന്നെ അല്ലേ പറഞ്ഞത്. ഞാൻ ചേട്ടൻ ഒരു പ്രൊഫഷണൽ റൈഡർ ലുക്കിൽ വിചാരിച്ചു. ഇത് സിമ്പിൾ ആയി. പക്ഷേ ഞാൻ മറ്റേ ആവേശ സിനിമ രംഗണ്ണന്റെ ലുക്ക് ആ ഇൻട്രോ കൊടുത്താൽ വന്ന അവിടെ നിന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ സ്വീറ്റഡ് കൊണ്ടാടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോളപ്പുണ്ടേ. നമ്മളൊക്കെ ചെറിയ യൂട്യൂബറാണ്. നിങ്ങളൊക്കെ വലിയ ടീമുകളൊക്കെ ക്യാമറ സൂപ്പർ ആകണല്ലോ. ഇത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും ഞാനില്ല. സോണി ക്യാമറ അല്ലേ? LAPG ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. ഡയലോഗ് പറഞ്ഞാൽ കൊള്ളായത്. LAPG അത്ര തന്നെ. ഓരോ റൈഡ് വെച്ചാൽ ആഗ്രഹം ഉണ്ടാ?
ഭാവിയിൽ വരുമല്ലേ നമ്മളോട്? പഠിക്കട്ടെ, പഠിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. നിങ്ങൾ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? I'm about to go off like a weapon. Fuel to the top, got a filled up engine. In my thoughts, obsession. I will not stop, no, I'm never second guessing. I got a God complex. Haters love to hate, but I never feel pressed. Got a lot on my plate, but I never get stressed. I'll take all the pressure like I'm acing this test. Oh, tear it up like I'm Jason. I see the world like it's. I see this place like a game I'm playing. Straight to the bank to collect. ഞാൻ കുറച്ച് നാൾ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് പിന്നെ സമയം ഞാൻ തള്ളി നീക്കിക്കൊണ്ടിരുന്നത് ഇവിടെയല്ല, കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞാനത് KLTN വ്ളോഗ്സ് ഓൺ ചെയ്തിടും. അങ്ങനെ ഞാൻ ഈ ട്രിവാൻഡ്രത്തിനെ മിസ് ചെയ്യാതെ എന്നും കണ്ടുകൊണ്ടിരുന്നു ത്രൂ KLTN ചാനൽ. പുള്ളി പറഞ്ഞു എൻ്റെ ബൈക്കിൻ്റെ ഒരു റിവ്യൂ എടുക്കാമോ എന്ന് കേട്ടു. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി ഇതാ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. KLTN വ്ളോഗ് വാ, എൻ്റെ ഒരു അനിയനെ പോലെയാണ്. പുള്ളി വന്നു നമുക്കിത് വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ, വണ്ടിയെ പറ്റി വലിയ റിവ്യൂ ചെയ്യാറുണ്ടോ? ഞാൻ കുറെ കാര്യങ്ങൾ ചോദിക്കാം. അല്ല, ഈ ടെക്നിക്കൽ സൈഡ് എനിക്ക് വലുതായിട്ട് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളിപ്പം റൈഡ് ചെയ്യുന്നു എന്നല്ലാതെ ഇതിനകത്ത് എഞ്ചിന്റെ പ്രവർത്തനങ്ങളൊന്നും ITയിൽ പോയി പഠിക്കാത്തതുകൊണ്ട് വലുതായിട്ടൊന്നും അറിയില്ല. ഞാൻ ഈ പോളിടെക്നിക്കലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് വെച്ചാൽ എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ പറയാം. അല്ല, അത് എപ്പോഴും ഞാൻ എവിടെ റൈഡ് പോയാലും ആദ്യം ചോദിക്കുന്നത് വണ്ടിയുടെ വില. വണ്ടി കൊണ്ടുവച്ച് ആദ്യം ചോദിക്കും വണ്ടിയുടെ വില എത്ര, മൈലേജ് എത്ര. ഇത് രണ്ടുമാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പൊ ഇനി ബൈക്കിന്റെ കാഴ്ചകളിലേക്ക്. അപ്പോൾ ഇതാണ് വണ്ടി, കണ്ടല്ലോ, BMW ഗ്രാൻഡ് അമേരിക്ക എന്ന് പറയും, K1600. BMW ഗ്രാൻഡ് അമേരിക്ക K1600 അല്ലേ? ഈ വണ്ടിയൊക്കെ റയർ പീസ് ആണല്ലേ കേരളത്തിന്? കേരളത്തിൽ ഇപ്പോൾ രണ്ടെണ്ണം ഉള്ളൂ. ആ പോടാ, ഇതുപോലത്തെ ബൈക്ക് നമ്മൾ റോഡിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതായത് നോക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഈ ബൈക്കിന് അടുത്ത് നിന്ന് നോക്കി തൊട്ട് അടുത്ത് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നു. എന്താ പറയുക, ഒരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മാത്രമേ മനസ്സിലാവുള്ളൂ ഇതുപോലത്തെ ബൈക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഫീൽ എന്താണെന്നുള്ളത്. ഒരു നല്ല സന്തോഷമാണ് സത്യം പറയാലോ. ഒരു എന്താ പറയാ, ഒരു ഇതൊക്കെ ഒരു പൊക്കിഷമാണ് ഇതുപോലത്തെ ബൈക്ക് കാണുമ്പോഴേ. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കും എത്ര നേരം വേണമെങ്കിലും. ഈ പൊക്കിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലയാളം തമിഴ് വാക്കണം പൊക്കിഷം അല്ലേ? പൊക്കിഷം வந்து இப்ப நான் என்ன உங்கள்கிட்ட சொல்றது, അഭിമാനം. സോറി, പൊക്കിഷിന്റെ വാക്ക് മലയാളത്തിൽ ഒരു കിട്ടാത്ത സാധനം പറയോ? അതെ, പൊക്കിഷത്തിന്റെ മലയാള വാക്ക് ആരെയും കമന്റ് ചെയ്യും, പെട്ടെന്ന് മൈൻഡിൽ വരണില്ല. കാരണം തമിഴും മലയാളം രണ്ട് ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ചില വാക്കുകൾ തമിഴ്, ചില വാക്കുകൾ മലയാളത്തിൽ വരും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക്. ഒരു കാര്യം, ഇത് എന്താണ് തോന്നാൻ കാരണം ഈ ബൈക്ക് എടുക്കാനുള്ള മെയിൻ? ഇത് എല്ലാവരും ചോദിക്കുന്നതാണ് ഈ ബൈക്ക് എടുക്കാനുള്ള മെയിൻ കാരണം. അങ്ങനെ കാരണമൊന്നുമില്ല, ബൈക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ബൈക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, ബൈക്കിനുള്ള പാഷൻ ഏറ്റവും വലിയ കാരണം. അതിനപ്പുറം വേറെ ഒന്നും ഇല്ലല്ലേ? ബൈക്ക് ഇഷ്ടമാണ്, റൈഡ് ഇഷ്ടമാണ്. ഈ ഓരോ ആൾക്കാർക്ക് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് വണ്ടി എടുക്കും. നമുക്ക് FCV3 കപ്പാസിറ്റിയുടെ കാര്യമല്ല ഇതിനകത്ത്. നമുക്കിപ്പം ഇതിനെ കോടീശ്വരന്മാരുണ്ട്, അവർക്കാർക്കും ചിലപ്പോൾ ഈ ബൈക്ക് എടുക്കാൻ തോന്നൂല. അതാണ്, അത് ശരിയാണ്. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കടം വാങ്ങിയും കൂട്ടി വെച്ചും ഒക്കെ വണ്ടി എടുക്കുന്നവരും ഉണ്ട്. അത് ഓരോ ആഗ്രഹങ്ങളാണ്. ഇപ്പൊ ആഗ്രഹം തോന്നി ചിലർക്ക് സ്വർണ്ണത്തിനൂടെ കമ്പോ കാണും, അങ്ങനെയുള്ളൊരു സ്വർണ്ണം വാങ്ങും. ബൈക്കിനടുത്ത് കമ്പുള്ള ഒരു ബൈക്ക് വാങ്ങും. അത് അങ്ങനെ ഓരോ ആവശ്യം അനുസരിച്ച്. അത് ഒരുപാട് പൈസ കൂട്ടി വെച്ചിട്ടൊന്നും ഇങ്ങനെ ഇതൊന്നും ചെയ്യാന്ന് ആർക്കും അത് പറ്റില്ല. അങ്ങനെ അത് വരുമ്പോൾ പൈസ കൂട്ടിയും വേറെ ആവശ്യം വരും. ഇതിനു വേണ്ടി ഇത് എടുക്കണമെന്ന് ലക്ഷ്യം വെച്ചും കൊണ്ട് നമ്മൾ നിന്നാൽ ഇത് എടുക്കാം. നമ്മളിത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ പറയും ആ പൈസയുടെ അഹങ്കാരം കാണിക്കും. അങ്ങനെയല്ല, ഇതൊരു ആഗ്രഹവും നമ്മളെ ജീവിതം അല്ലേ, നമുക്ക് ഇഷ്ടം പോലെ. ഈ ബൈക്ക് ചിലപ്പോൾ നമുക്ക് തരുന്ന സംതൃപ്തിയും സന്തോഷവും വേറെ. നമുക്ക് ആ പൈസ കൊണ്ട് നമ്മൾ ഒരു കാർ എടുത്താലോ ഒരു വീട് വെച്ചോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് അത് കിട്ടൂല. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈക്കിന്റെ പേരെന്ന് പറയുന്നത് BMW K1600, അമേരിക്കൻ ബ്രാൻഡ് ആണ് അല്ലേ? ജർമ്മൻ ബ്രാൻഡ്. ഫസ്റ്റ് പറയേണ്ട കാര്യം, വണ്ടിയുടെ വില എത്ര അത് പറ. വണ്ടിയുടെ വില പറഞ്ഞു ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അല്ല, ഭയങ്കര വിവാദമായിട്ടുണ്ട്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് വേണ്ടി കീ ഹാൻഡ് ഓവർ ചെയ്ത് വന്നിട്ട് നമ്മുടെ ആദിത്യവർമ്മ തിരുമനസാണ്. ഇപ്പോഴത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയാം, മഹാരാജാവ്. ആ പുള്ളിയാണ് എനിക്കിത് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ ഇത് പുള്ളിയാണ് ഈ ബൈക്ക് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ഉണ്ടായ ഒരു ഇതാണ്. എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് എല്ലാം വന്നിട്ട് പുള്ളി ബൈക്ക് എടുത്തു, പുള്ളി കൊട്ടാരത്തിൻ്റെ പൈസകൾ പിന്നെ അതിൽ നിന്നൊക്കെ മാറ്റിയിട്ടാണ് ഈ ബൈക്ക് എടുത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. ഞാനും റെസ്പോണ്ട് ചെയ്യില്ല, പുള്ളി റെസ്പോണ്ട് ചെയ്യില്ല. പിന്നീട് പുള്ളി ഏതൊരു വീഡിയോയിൽ എന്തോ പറഞ്ഞു ഇതാ പുള്ളി എടുത്ത വണ്ടിയല്ല എന്ന്. അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ളത്. അത് യൂട്യൂബിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആൾക്കാർക്ക്. ഇതിൻ്റെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് ഞാനാണ്, വേറൊന്നുമല്ല. 2012 മുതൽ ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്ന ആളാണ്.
ഹാർലി ഡേവിഡ്സൺ ബൈക്കായിരുന്നു ആദ്യം എടുത്തത്. 3 ഹാർലി ഡേവിഡ്സൺ ഉണ്ടായിരുന്നു. അതായത് ഒരു ആദ്യം എടുത്ത അയൺ എന്ന് പറയും 883, അത് കഴിഞ്ഞിട്ട് 48 എന്ന് പറഞ്ഞിട്ടൊരു ബൈക്ക്, അത് 2014 എടുത്തു. പിന്നെ 2017 ഫാറ്റ് ബോയ് എടുത്തു, അത് ഹാർലി ഡേവിഡ്സന്റെ ഐക്കൺ എന്ന് പറയാം. ആ ടെർമിനേറ്റർ സിനിമ കണ്ടിട്ടില്ല? ആ ഇത് മുതൽ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആ ബൈക്കാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അതെടുത്തു. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴേ കോവിഡ് വന്നു. കോവിഡ് വന്ന സമയത്ത് പിന്നെ റൈഡ് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ അത് അഫോർഡ് ചെയ്യാൻ പറ്റാതായി. കാരണം സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ഞെരുക്കുമായിരുന്നു. അങ്ങനെ അത് കൊടുത്തു, സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ ഉള്ളിൽ ആ ഒരു പാഷൻ അങ്ങനെ കിടന്നു. അടുത്ത ഏത് ബൈക്ക് എടുക്കണമെന്ന് ചിന്തിക്കുകയായിരുന്നു, പഠിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ മുന്നിൽ വന്നു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഈ ബൈക്ക് എടുത്തു. അങ്ങനെയാണ് ഈ ബൈക്കിന്റെ കഥ അല്ലേ? ഈ ബൈക്ക് എടുക്കാനുള്ള കഥ കണ്ടല്ലോ, ഇതാണ്. അപ്പോൾ ഈ ബൈക്കിന്റെ വില എന്ന് പറഞ്ഞാൽ വില 46 ലക്ഷം വിലയാണ്. ആരും അന്തം വിടണ്ട, ഈ ബൈക്കൊക്കെ എല്ലാവർക്കും വാങ്ങാൻ പറ്റും, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി അല്ലേടാ? അത്രേ ഉള്ളൂ. പിന്നെ ഈ ബൈക്കിന്റെ മൈലേജ് എല്ലാരും ചോദിക്കും, അതാണ് പെട്രോൾ മൈലേജ് നോക്കി ഇതുപോലുള്ള ബൈക്കുകൾ യൂസ് ചെയ്യാൻ പറ്റൂല. അത് പ്രധാന കാര്യം. നമ്മൾ ഈ ടാങ്ക് കാലിയാവുന്ന മാത്രം നോക്കിയാൽ അതാണ്. ടാങ്ക് എപ്പം കാലിയാവും അപ്പം അടിച്ചോണം. ചിലപ്പോൾ ഇവിടെ നിന്ന് ആ മുക്ക് പോകുമ്പോഴായിരിക്കും ടാങ്ക് കാലിയാവും. എന്നാൽ ഇത് എനിക്ക് തോന്നുന്നു 15-20 ഇടയിലേക്ക് കിട്ടുന്നുണ്ടല്ലേ? ഈ സിറ്റിക്കകത്ത് ഓടാൻ പറ്റൂല, കാരണം സിറ്റിക്കകത്ത് ഓടുമ്പോൾ അറിയാമല്ലോ, ഈ തിരക്കിലൊക്കെ ഓടുമ്പോൾ ഒന്ന് വണ്ടി ഹീറ്റ് ആവും, 2 മൈലേജ് ഒന്നും കിട്ടത്തില്ല. ഇത്രയും ഹെവി ബൈക്ക് ആയതുകൊണ്ട് പാടാണ് ഓടിക്കാൻ. ഇതുപോലത്തെ ബൈക്ക് ഒന്നും മൈലേജിന് നോക്കാൻ പാടില്ല. ഇത് ജസ്റ്റ് റൈഡിങ്ങിന് പറ്റിയ കംഫർട്ട്, മാക്സിമം കംഫർട്ട് തരും അല്ലേ? കാറിൽ പോയി ഫീൽ ആയിരിക്കും. പിന്നെ വെയിൽ ഉള്ളത് വേറെ വിഷയം. അത് കാറിൽ പോകുമ്പോൾ AC-യിൽ പോവാം, ഇതിന് വെയിൽ കൊണ്ടുപോകാം. പക്ഷെ ഇതാണ് അതിനേക്കാൾ സുഖം ഇതാണ്. ഓക്കെ, ഇത് എവിടെ പോയിട്ടുണ്ട്? ഞാൻ ഈ ബൈക്കിൽ ഒരുപാടൊന്നും പോയിട്ടില്ല. മാക്സിമം ഞാൻ പോയിട്ടുള്ളത് നമ്മളിപ്പം തമിഴ്നാട്, കർണാടക, ഇപ്പൊ ഈ അടുത്ത സമയത്ത് ബന്ദിപ്പൂരൊക്കെ പോയായിരുന്നു. ബന്ദിപ്പൂര്, പിന്നെ ഊട്ടി, ഇങ്ങനെ ഈ സൗത്ത് ഇന്ത്യ മാത്രമേ ഇതിൽ കറങ്ങിയിട്ടുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഒന്ന് പോണം. ഞാൻ കൂടെ വന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പോകണം ആഗ്രഹമുണ്ട് ഇവരെ കൂടെയൊക്കെ. പിന്നെ നമ്മളെ സിറ്റുവേഷൻ അറിയാമല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് തീർത്തിട്ട് റൈഡ് പോകാൻ ചാൻസ് ഉണ്ട് മിക്കവാറും. അടുത്തായിട്ട് മൂന്നാറല്ലേ? ഇനി മൂന്നാർ 15-ാം തീയതി 3 ദിവസം റൈഡ് എന്ന് പറഞ്ഞു. 3 ദിവസം റൈഡ്. അപ്പൊ ഞാൻ കൂടെ മാക്സിമം നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റൈഡിലും പോകാം, ബ്രേക്ക്ഫാസ്റ്റ് റൈഡൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങളുണ്ടാ. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും പറയാണ്ട് ബൈക്കിനെ പറ്റി? ഇതാണ് മെയിൻ കാര്യം, വില ആൻഡ് മൈലേജ്. ഇത് പറഞ്ഞു കഴിഞ്ഞു. ചേട്ടാ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബൈക്കിന്റെ ടെക്നിക്കൽ എന്താണ് സംഭവം? ഈ ബൈക്ക് 1600 cc ആണ്. 1600 cc ആണ് ഈ ബൈക്കിന്റെ ക്യൂബിക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് 6 സിലിണ്ടർ എഞ്ചിനാണ്. 6 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് ഇതിന്. 6 സിലിണ്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതിന്റെ പവർ, ഇനിഷ്യൽ പിക്കപ്പ് ഒക്കെ അത്രത്തോളം ഭയങ്കരമായിരിക്കും. ഫസ്റ്റ് ഗിയറിൽ എത്ര പോകും? ഫസ്റ്റ് ഗിയറിൽ ഏതാണ്ട് ഒരു 60-70 രൂപയൊക്കെ കയറാം. പിന്നെ അങ്ങനെ ഒരുപാട് RPM കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബൈക്കിന് നല്ലത്. നമ്മൾ ഇതിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കരുത്. നമുക്ക് ഇതിന്റെ പവർ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലും ഒരു സിഗ്നലിലോ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ഈ ബൈക്ക് പെട്ടെന്ന് സിഗ്നൽ ഓൺ ആവുന്നു, നമ്മൾ എടുക്കും. ഇപ്പം നമ്മുടെ കൂടെ ഈ ബൈക്കേഴ്സ് കാണും, ഈ KTM പോലുള്ള. അവര് നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ആക്സിലേറ്റർ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ടങ്ങ് പോകും. നമ്മൾ അതിനൊന്നും നിൽക്കരുത്. പ്രൊവോക്കേഷൻ നമ്മളെ ബാധിക്കുന്ന ഒന്നല്ല. നമ്മൾ മിണ്ടാതെ ഇരുന്നിട്ട് പതിയെ വണ്ടി എടുത്തുകൊണ്ട് പോവുക. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വിചാരിച്ചാൽ അത് അത്രയും ഒരു ഇനിഷ്യൽ പിക്കപ്പ് ഇതിനകത്ത് കിട്ടും. നമ്മളത് അങ്ങനെ ഒരിക്കലും സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത് ബൈക്കിനെ. ചെയ്യിക്കുക എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഹൈവേയിൽ ഓടുന്ന സമയത്ത് വണ്ടി നല്ല ഹീറ്റായി. ഇപ്പം നമ്മൾ തന്നെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാമപ്പ് ചെയ്യുന്ന എന്തിനാണ്? നമ്മൾ ഈ ഫ്രീ ഹാൻഡ് ചെയ്യും. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് സെറ്റായി ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ ഇവനെ ഒന്ന് ഓടിച്ച് ഒരു ഹൈവേയിൽ അത്രയും ഒരു സ്പീഡ് ലിമിറ്റിലോട്ട് എത്തിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുക്കാം. ഇതിന് 6 ഗിയറാണ്. പോകുമ്പോൾ എത്ര മാക്സിമം സ്പീഡ്? അല്ല, 6 ഗിയർ ഉണ്ടെങ്കിലും നമുക്ക് ഇതിപ്പം 6ാമത്തെ ഗിയർ ഇവിടെ ട്രിവാൻഡ്രത്ത് സിറ്റിക്കകത്തൊന്നും മാറാൻ പറ്റില്ല. നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യാം. മാക്സിമം സ്പീഡ് ഞാൻ നോക്കിയിട്ടില്ല. കയറും. സിറ്റിക്കകത്ത് ഓടിക്കാൻ പറ്റിയ വണ്ടിയല്ല അത്. അല്ല, സിറ്റിക്കകത്ത് ഓടിക്കാനല്ല ഇത്. ലോങ് ഒക്കെ പോകാനായിട്ട് പറ്റിയ വണ്ടിയാണ്. കംഫർട്ടാണ്. ഓടിക്കുന്നതിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. എത്ര ദൂരം വേണമെങ്കിലും ഇരുന്ന് ഓടിക്കാം. പിന്നെ അതിനകത്തുള്ള സിസ്റ്റംസും അങ്ങനെയാണ്. അതിനകത്ത് ഇപ്പം നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. നമ്മളിപ്പം ഹൈവേയിൽ ആക്സിലേറ്റർ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെയിൻ ഉള്ള പരിപാടിയാണ്. നമ്മളത് ഉപയോഗിക്കേണ്ട. ആക്സിലേറ്റർ വിട്ടിട്ട് ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. അത് കൃത്യമായിട്ട് 80 സ്പീഡ് ലിമിറ്റ് ഉള്ള ഹൈവേയിൽ 80 ഇട്ടിട്ട് കഴിയുന്ന അതിൽ 81 ആവില്ല, 79 പോകില്ല. ഹീറ്റിംഗ് പ്രശ്നമുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയില്ല. കാരണം ഇതിനകത്ത് ഓയിൽ കൂളിംഗും ഉണ്ട്, എയർ കൂളിംഗും ഉണ്ട്. അപ്പം രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് ആ ഓട്ടത്തിൽ അത് ഫീൽ ചെയ്യില്ല. സൗണ്ട് എങ്ങനെയാണ്? സൗണ്ട് അങ്ങനെ വലിയ ഒരു സൗണ്ട് അല്ല. ഇത് നോർമൽ ഒരു ബൈക്കിന്റെ ഒരു സൗണ്ടാണ്. കാരണം ഇതിനകത്ത് എക്സോസ്റ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ഇപ്പോഴത്തെ നിയമം അങ്ങനെ ചെയ്തുകൂടാന്നുള്ളതാണ്. ഇതെപ്പോഴും നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യുമ്പോൾ RPM കൂടുതൽ കയറി നിൽക്കും. RPM ഏതാണ്ട് 2000-ന് മുകളിലോട്ട് വരും. ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ RPM നല്ല കയറും. കുറേ കഴിയുമ്പോഴേ ഇത് നോർമലിലോട്ട് വരുള്ളൂ. ഈ 1-ന് താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മൂവ് ചെയ്യുക. അതെപ്പോഴും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ലൈഫ് കൂടും.
ഈ ഒരു RPM വന്നിട്ട് ഇങ്ങനെ നിന്ന് ഇനി ഇത് താഴ്ന്ന് പോകും, ഒന്നിന് താഴെയാവും. അപ്പൊ വണ്ടി നോർമൽ മോഡിലോട്ട് എത്തും. ആ നോർമൽ ഇതിൽ എത്തിയതിനു ശേഷം നമ്മൾ പിന്നെ ഗിയർ ചേഞ്ച് ചെയ്ത് ഓടിച്ചു തുടങ്ങാം. സാറ് നമ്മളൊക്കെ ബൈക്ക് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ എടുത്തിട്ട് പോകും. അത് നോർമൽ ബൈക്കിന് പോലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഗിയർ ഇട്ട് പോകാൻ പാടില്ല. ഇപ്പൊ കേട്ടല്ലോ, ഏത് വണ്ടി, ഈ വണ്ടി എന്നല്ല ഏത് വണ്ടിയാലും ശരി, ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉടനെ എടുത്തിട്ട് പോവല്ലേ. ഒന്ന് നേരത്തെ എഴിച്ച് റെഡി ആയിട്ട് വണ്ടിയെ തുടയ്ക്കേണ്ട, സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓയിലൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടല്ലേ 5 മിനിറ്റ് അല്ലേ. അതായത് ഒരു 2-3 മണിക്കൂർ ഓഫ് ചെയ്ത് വെച്ച് അങ്ങനെ ചെയ്യണം. അതാണ് നല്ലത്. അങ്ങനെയാണ് ലൈഫ് കൂടും. ഇതിനകത്ത് ഒരു 3 മോഡുണ്ട് ഈ വണ്ടിക്ക്. ഇതിപ്പോ റോഡ് എന്നാണ്. ഇനി ഡൈനാമിക്. ഇതിന് നമുക്ക് ത്രോട്ടിൽ കുറച്ച് കൊടുത്താൽ മതി, കാരണം അത്രയും പവർ കൂടുതലാണ് ഈ ഒരു മോഡൽ ഡൈനാമിക്. നോർമലി നമ്മൾ ഈ വലിയ ഹൈവേസിലൊക്കെ ഒരുപാട് പോകേണ്ടി വരുമ്പോഴും വിൻഷീൽഡ് പിക്കപ്പ് കൂടുതൽ കിട്ടേണ്ട സാഹചര്യം എത്തുമ്പോഴൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചങ്ങ് പോവാം. ഇത് റെയിൻ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മഴയത്ത് ഒരു കുഴപ്പമില്ല. വണ്ടി കൊണ്ടൊന്ന് ഈ ആക്സിലേഷൻ കുറയും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊടുത്താലും വണ്ടി മൂവ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ബട്ട് വണ്ടി ആ റോഡുമായിട്ട് കുറച്ചും കൂടെ കണക്ട് ആയിട്ട് കുറച്ചും കൂടെ ഒരു കംപ്രഷൻ ഉണ്ടാവും. ആ ഒരു ആക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. അത് കുറച്ചും കൂടെ പതിഞ്ഞോടും. ഇത് ഒരിക്കലും ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ഓഫ് റോഡ് കൊണ്ടുപോയി, പക്ഷേ ഓഫ് റോഡ് കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സ്കിഡ് ചെയ്യാനും പിന്നെ അതുപോലെ ഇത്രയും വലിപ്പവും വെയിറ്റും കിടക്കുന്നുണ്ട്. ചരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടങ്ങ് ചാടിക്കണം. ഇതിന് താങ്ങി നിർത്തും. ഞാനിപ്പോൾ ഓഫ് റോഡിന് നമ്മൾ മെയിനായിട്ട് കാല് ഉപയോഗിച്ചാൽ അപ്പൊ കാലൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് വലിയ അഭ്യാസമൊന്നും ചെയ്യാതെ നോർമലായിട്ട് മര്യാദയ്ക്ക് വെയിറ്റ് എന്ന് പറഞ്ഞ കൊള്ളായിരുന്നു. വെയിറ്റ് 400 മേളിൽ കാണും. 400 കിലോ മേളിലുണ്ട്. ആ 400 കിലോ പൊക്കാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യമല്ല ആരെ കൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് റോഡ് ഓടിക്കാം. ചുമ്മാ പറഞ്ഞ കോമഡിക്ക്. ഇത് ഓഫ് റോഡ് ബൈക്കല്ല, ഇതൊരു ഹൈവേ ബൈക്കാണ് അല്ലേ. ഇതിനകത്ത് ഇത് ഹീറ്റിംഗ് ചെയ്യാം. നമ്മളിപ്പം തണുത്ത കാലാവസ്ഥയിൽ പോകുന്നു, അല്ലെങ്കിൽ മഴയുണ്ട്, നമുക്ക് ഈ സീറ്റും ഇതും നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ മോഡ്, ഇത് ലോക്കാണ്. ഇത് പ്രസ് ചെയ്ത ഫുൾ ലോക്കായി. സൂപ്പർ. ഫുൾ ലോക്ക് തന്നെ. ഹാൻഡ് ലോക്ക് ആവും. ഈ ബോക്സ് ലോക്ക് ആവും. എല്ലാം ലോക്ക് ആവും. പിന്നെ ഹാൻഡ് ലോക്ക് ചെയ്യുന്നത് നമ്മൾ ഇതിനെ കുറച്ച് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ ഹാൻഡ് ലോക്ക് മാത്രം അവിടെ, ബാക്കിയുള്ള ലോക്കായി. ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ ഈ ബ്രേക്ക് എത്രത്തോളം നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്രേക്ക് ലിവറിന്റെ ഇതുണ്ടല്ലോ, അതാണ് ഇപ്പൊ നോർമലി ഒരു മീഡിയം ഇതിലിട്ടേക്കണം. അതേപോലെ തന്നെ ഇത് ക്ലച്ചിനും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളെ കൈ വലിപ്പം അനുസരിച്ച് നമുക്ക് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ സംഭവങ്ങളുണ്ട്. പറയാൻ പോയി കഴിഞ്ഞാൽ പൊയ്ക്കൊണ്ടിരിക്കും. അത്രയും കുറെ അല്ലേ ഉണ്ട്. ഒരുപാടുണ്ട്. എനിക്ക് തന്നെ അറിയില്ല. ഞാൻ കുറെ എല്ലാം സ്പീക്കേഴ്സ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് സ്പീക്കർ ബ്രേക്ക് എടുക്കുമ്പോഴൊക്കെ പാട്ടും കേട്ടോണ്ട് നിൽക്കാം. ശരിയാണ്. പാട്ടായിട്ട് പോകാൻ പറ്റൂല, കാരണം നോയ്സ് കേൾക്കൂല. ഇതുപോലെ എവിടെയെങ്കിലും നമ്മൾ കൂടി നിൽക്കാൻ നേരത്ത് ഒരു പാട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ പാട്ട്. നമ്മൾ സാധാരണ നമ്മുടെ ഹെൽമെറ്റിൽ ബ്ലൂടൂത്ത് മറ്റേ ഇത് കാണും, ഇന്റർകോം കാണും. അത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ട് കേൾക്കാനല്ല. നമ്മൾ ഈ ഗ്രൂപ്പ് റൈഡ് പോകുമ്പോൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഇപ്പം ഒരാൾ വഴി തെറ്റിപ്പോയി, നമുക്ക് പെട്ടെന്ന് അയാളെ വിളിച്ചിട്ട് വഴി അതല്ല ഇതാണെന്ന് പറയാം. പിന്നെ ഒരു ബ്രേക്ക് വേണം. ഇപ്പോൾ ഒരു ഫ്യൂൽ ബ്രേക്ക് വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഫ്യൂൽ ബ്രേക്ക് വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു RC ആണ്, റോഡ് ക്യാപ്റ്റൻ. ഏറ്റവും പുറകെ ഒരു സ്വീപ്പർ കാണും. അപ്പോൾ ഇവർ തമ്മിൽ ഹസാർഡ് ഇട്ടേക്കും. ആ ഇപ്പം സ്വീപ്പറിന് RC ഇട്ടേക്കുന്ന ഹസാർഡ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കുള്ള റൈഡേഴ്സ് എല്ലാം ഉണ്ട് എന്നാണ്. ഈ ഏറ്റവും പുറകിലുള്ള ആളിനെ കണ്ടില്ലെങ്കിൽ, ഹസാർഡ് കണ്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ റൈഡർ മിസ്സായി, അല്ലെങ്കിൽ ഏതെങ്കിലും റൈഡറിന് എന്തെങ്കിലും ആവശ്യമായി വണ്ടി സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഇന്റർകോം ലൈവ് ആയിട്ടിരിക്കും. എന്തിനാ എവിടെയെങ്കിലും നിർത്തണം, അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ സ്പീഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്, ബ്ലോക്ക് ഉണ്ട്, ഫ്രണ്ടിൽ പോയ ആൾ നമുക്ക് കോൺടാക്ട് ചെയ്ത് പറയാം അതിൻ്റെ അടുത്ത് ബ്ലോക്കാണ്, വണ്ടി വേറെ റൂട്ട് പിടിക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഇതാണ് റൈഡിങ് സെറ്റപ്പ് ഒക്കെ അല്ലേ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സേഫ് ആയിട്ട് പോകാം. അതെ അല്ലേ, കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ ആ സെറ്റപ്പ് ആയിട്ടില്ല, നമ്മൾ മിക്കവാറും ഭാവിയിലാവുമ്പോൾ നമ്മളതുപോലെയൊക്കെ ഇന്റർകോം ഇട്ട് ഞാൻ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതാണ് സുധീഷിനോട് നേരത്തെ പറഞ്ഞത്. ഒരിക്കലും ഇതൊന്നും നമ്മളെ തേടി വരുന്നതോ അല്ല, നമ്മള് പിന്നെ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നതല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ചെയ്യണം. കാരണം സുധീഷിന് ഇപ്പം ഒരു 5 കൂട്ടുകാരുണ്ട്, 5 പേരായിട്ട് റൈഡ് പോകണം. ഈ സിസ്റ്റത്തിൽ പോകണം. അതായത് ഓവർ സ്പീഡ് പാടില്ല, കൃത്യമായിട്ട് റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കണം, ഹെൽമെറ്റ്, പിന്നെ അതുപോലെ നീ പാഡ്, എല്ലാം സേഫ് ആയിട്ട് പോയിട്ട് വരിക എന്നുള്ളത്. പിന്നെ ചുമ്മാ ഈ സിറ്റിക്കകത്ത് ഈ പിള്ളേർ കിടന്ന് കാണിക്കുമ്പോഴുള്ള ഒരു പരിപാടി കാണിക്കരുത്. അത് നമ്മൾ മെച്യൂരിറ്റി വേണം റൈഡിങ്ങിന് ഫസ്റ്റ്. അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കും റോഡിലുള്ളവർക്കും സേഫ്റ്റിയാണ് പ്രധാനം. റേസിംഗ് ചെയ്യാം, അതിനായി ട്രാക്ക് ഉണ്ട്, അവിടെ ചെയ്യാം. അല്ലാതെ നമ്മൾ റോഡിൽ കിടന്ന് ചെയ്യണത് ശരിയല്ല. പിന്നെ ഇതിന് റൈഡിങ്ങിന് ഒരുപാട് പൊസിഷൻ ഉണ്ട്. നമുക്ക് നോർമലി ഒരു ബൈക്ക് റൈഡ് ചെയ്യുന്ന കണക്കിന് ഈ ഫുഡ് സ്റ്റെപ്പിലും നമുക്ക് കാല് വെക്കാം. പിന്നെ ഹൈവേ ഫുഡ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഫുഡ് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ 2 ഉണ്ട്. ഒന്ന് ഇവിടെ കാല് വെക്കാം, ഇത് സാർ നോർമലാണ്. ഇത് ഇതെല്ലാം ഇപ്പോഴത്തെ ബൈക്കിലുണ്ട് മാക്സിമം, അതുപോലെ സ്പോർട്സ് ബൈക്ക് എല്ലാം. ടൂറിംഗ് ബൈക്കിന് എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ കാല് ചോടിക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും. ഒരു കസാര ഇരുന്ന് പോണ ഫീൽ ആയിരിക്കും. നല്ല സുഖമായിട്ട് പോകാം അല്ലേട്ടാ, പോണതേ അറിയില്ല. ഇതെന്താ ചേട്ടാ 1 2 3 4 ഇത് നമുക്ക് നമുക്ക് ഇപ്പോൾ കാണിച്ചില്ലേ സിസ്റ്റം,
ഇപ്പം റേഡിയോ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചില്ലായിരുന്നു. അത് ഇഷ്ടംപോലെ ഉണ്ട് ഇതിനകത്ത്. ഞാൻ കുറച്ച് 1-2 കാണിച്ചുള്ളൂ. ഇതിൽ എന്ത് സിസ്റ്റം വേണമെങ്കിലും നമുക്ക് ഇതിൽ പ്രീസെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് പാട്ട് കേൾക്കണം, ഒന്നിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ടം കേൾക്കും. ഒരു ഷോർട്ട് കട്ട് പോലെ. ഇപ്പം ഈ ഷോർട്ട് കട്ട് പോലെ ഹീറ്റിംഗ് 2 സെറ്റ് ചെയ്താൽ 2 ഇത് പ്രസ് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് ഹീറ്റ് കിട്ടും. സീറ്റ് എങ്ങനെയാ? സീറ്റ് കംഫർട്ട്? സീറ്റ് കംഫർട്ടാ കാണുമ്പോൾ തന്നെ ഏറ്റവും കംഫർട്ട് പുറകെ ഇരിക്കുന്ന ആളായിരിക്കും. ഞാൻ ഇരുന്നോട്ടാ. ഇരിക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇതിൽ ചവിട്ടി കയറുക. ചവിട്ടി കയറണം അല്ല, അല്ലാതെ കയറാൻ പാടില്ല. ഇങ്ങനെ ചവിട്ടി ഇങ്ങനെയാണ് കയറേണ്ടത്. ഇതിൽ കയറേണ്ടത്. ഞാൻ സാറെ സൊമാറ്റോ കയറും പോലെ ഇങ്ങനെ കയറും. അങ്ങനെ കയറില്ല, കയറാൻ പാടില്ലേ? വിടൂല്ലേ ചവിട്ടി കഴിഞ്ഞാൽ? ധൈര്യമായിട്ട് കയറി. എനിക്ക് നമ്മളെ ബൈക്കൊക്കെ ധൈര്യമായിട്ട് കയറിക്കോ. ഓക്കെ, സംഭവം പൊളി കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അയ്യോ, സംഭവം ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു 1.5 ബീസ്റ്റ് തന്നെ. ഒരു കപ്പലിൽ ഇരിക്കുന്ന ഫീൽഡാ. കപ്പലിൽ ഇരുന്ന് ഓടിക്കുന്ന ആ ഫീലാണ്. ഒരു സ്പേസ് ഷിപ്പ് പോലെയൊക്കെ. കറക്റ്റ് സ്പേസ് ഷിപ്പ് പോലെയൊക്കെയാണ്. നമ്മൾ ഈ ഗെയിം കളിക്കൂലേ ചില, അപ്പോൾ ഇതേപോലത്തെ ഒരു വ്യൂ ആണ് നമ്മളല്ലേ. സംഭവം പൊളി. വാ സ്റ്റാർട്ട് ചെയ്തോ. സൗണ്ട് സൂപ്പർ. കൊള്ളാം, സൗണ്ട് ഉണ്ട്. ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മനസ്സില്ല, എങ്ങനെ ഇരിക്കാൻ തോന്നും കുറച്ചു നേരത്തേക്ക്. കിടക്കാല്ലോ കേട്ടോ പറ്റുമെങ്കിൽ. സംഭവം ബൈക്കിൽ ഇരുന്ന ഫീൽ അല്ല കേട്ടോ. ഇതൊരു എന്താ പറയാ, വീട്ടിൽ സോഫയിൽ ഇരിക്കൂലേ ആ ഒരു ഫീലാണ് അല്ലേട്ടാ. ഓഫ് ചെയ്യട്ടാ ഇത് തന്നെ. ഇനി അങ്ങോട്ട് ഇനി ബാക്കിൽ വന്നു കഴിഞ്ഞാൽ ടോപ്പ് ബോക്സ് പറഞ്ഞാൽ 1, 2, 3 ഉണ്ട്. അല്ല, ഇത് സാധാരണ നമ്മൾ ഇപ്പം എല്ലാ റൈഡിലും നമുക്ക് ബാക്കപ്പ് കാർ കാണും ലഗേജ് കൊണ്ടുപോയി. ഓക്കെ. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ മുമ്പ് എനിക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് അതാണ്. സത്യം പറഞ്ഞ ഈ ബൈക്ക് എടുക്കുന്നതിൽ വേറൊരു കാരണം കൂടെ ഇതാണ്. നമുക്കിപ്പോൾ ഒരു റൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് കാറില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഈസി ആയിട്ട് നമ്മുടെ എല്ലാ ലഗേജും നിൽക്കും. അപ്പോൾ അത്യാവശ്യം റൈഡിങ് ജാക്കറ്റ് ആയാലും നമ്മുടെ ബാഗ് ആയാലും ഇതിനകത്ത് വെക്കാം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ 2 സൈഡിലും. അപ്പോൾ ടോപ്പ് ബോക്സ് പറയുന്നത് 3 ഉണ്ട്, നല്ല സ്പേസ് ആണ്. വേറെ ഇനി ബാക്കി എന്ത് മഡ്ഗാർഡ് ചെളി നിറയ്ക്കില്ലല്ലോ, ചെളി നിറയ്ക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ. ഇനി വിട്ടുപോയ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ABS ഉണ്ട്, അതെല്ലാ വണ്ടിയിലും കാണും ABS അല്ലേ. ഇത്രയും വലിയ വണ്ടിയിൽ ABS ഇല്ലെങ്കിൽ മോശമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വരാൻ മെയിൻ കാര്യം ഈ ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുപോകണം. പിന്നെ റൈഡിങ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ എനിക്കൊരു ഇതുപോലത്തെ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞു. പിന്നെ വണ്ടിയിൽ നിന്ന് റിവ്യൂയും കൂടെ ചേർന്ന് ചെയ്യാൻ വന്നത്. അപ്പോൾ നമുക്ക് റൈഡൊക്കെ പോകണ്ടേ? പിന്നെ 100% ക്വാളിറ്റി നമ്മൾ തൊട്ട് ഇനിയാണ് നമ്മളില്ലേ 2025 24 ഓർമ്മ വരണം. ഈ വർഷം നമ്മൾ എന്തായാലും കുറച്ച് റൈഡൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇവരെ കൂടെ വന്ന് സദേൺ ബ്രദേഴ്സ് റൈഡേഴ്സ് ക്ലബ്ബ്, അതിൽ സുധീഷും കൂടെ ചിലപ്പം ഭാവിയിൽ അംഗമാവും. അപ്പോൾ അങ്ങനെ വണ്ടിയെ പറ്റി റിവ്യൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അകത്ത് പോയി. ഞാൻ അകത്ത് പോയിട്ട് വെള്ളം കുടിച്ചിട്ട് ബോഞ്ചി വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അതും കുടിച്ച് ഞാൻ വീട്ടിൽ പോകണം. അപ്പോൾ അകത്ത് പോകാം. കമോൺ. ബോഞ്ചി വെള്ളം എവിടെയാണ് ബോഞ്ചി വെള്ളം ഉള്ളത്? ബോഞ്ചി വെള്ളം ഭയങ്കര വെള്ളം താ കേട്ടോ, രക്ഷയില്ല. നാക്കൊക്കെ അങ്ങ് ഉണങ്ങി ഡ്രൈ ആയിപ്പോയി. നല്ല വെയിലല്ലേ. താങ്ക് യു. അപ്പോൾ ബോഞ്ചി വെള്ളത്തിട്ടുണ്ട് അല്ലേ, നാരങ്ങ വെള്ളം. താങ്ക് യു. അല്ല, ജീവിതത്തിൽ ഇതുപോലത്തെ ബോഞ്ചി വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ ഇറങ്ങാൻ സമയമാണ്. ഇപ്പോൾ 2 മണി ആവാറായി. അപ്പോൾ നേരെ വീട്ടിൽ പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകണം. വഴിക്ക് മലക്കറി സാധനമൊക്കെ വീട്ടിൽ വിളിച്ച് വരാൻ പറഞ്ഞു സമയം കൊണ്ടിരിക്കില്ല. അപ്പം ചേട്ടാ പോട്ടാ. കൃഷ്ണൻ അല്ലേ? കൃഷ്ണൻ ഒരു മിനിറ്റ് കൈ കൊടുത്തോണ്ട്. അപ്പോൾ വില്ലേജ് പറ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. അപ്പോൾ ചേട്ടാ ഇതാണ് നമ്മളെ പ്രവീൺ ചേട്ടാ. ഇപ്പം എൻ്റെ അണ്ണനാണ് അല്ലേ, രംഗണ്ണനെ പോലെ അണ്ണനാണ്. അല്ലെങ്കിൽ തല അജിത് കുമാറിനെ പോലെ ഒരു റൈഡറാണ്. എനിക്ക് അങ്ങനെ ഫീൽ ആവണം. അത് വിടാൻ മേർച്ചിയിലെ ബീച്ച് ഇടാൻ പോയാണ്. വിടാൻ മേർച്ചിയിലെ നൃത്തം ഓരോ തൊട്ട് നിച്ചം വരുന്നാളും പാസമുള്ള മണിതനപ്പ മീശ ഇല്ലാതെ കൊള്ളുന്ന മീശ ഇല്ല. അപ്പം കുറച്ച് ഓവറാണെന്ന് അറിയാൻ കുഴപ്പമില്ല, കിടക്കട്ടല്ലേ, കുറച്ച് ഓവറാണ് ശ്രദ്ധിക്കുള്ളൂ. ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫിൽ കേട്ടല്ലോ പറ, ഒറ്റ ലൈഫുള്ള പറ. മാക്സിമം നിങ്ങൾ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ നോക്കുക. പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കുക, അത്ര തന്നെ പറഞ്ഞു പറയാം. അപ്പോൾ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ഫ്ലൈയിങ് ഈഗിൾ. അപ്പോൾ പുള്ളിക്കാരുടെ വീഡിയോ അപ്പോൾ ഫ്ലൈയിങ് ഈഗിൾ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ ഒന്ന് മാക്സ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്ര തന്നെ വേറെ ഒന്നും പറയാനില്ല. എന്ത് ചെയ്യാൻ പോവുകയാണ്. നീ മനസ്സിലാക്കി പയ്യൻ വിഷമിച്ച് കറിയണം. പൃഥ്വി സൂപ്പറായിട്ട്. അപ്പോൾ നമുക്ക് റൈഡ് പോകണം. 18 വയസ്സായ ശേഷം. അപ്പോൾ 14 വയസ്സേ ആയുള്ളൂ പുള്ളിക്കാരന്. ഇവിടോ റൈഡിങ് ഒക്കെ പിന്നെ വിചാരിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യാൻ പോയാൽ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ബോഞ്ചി വെള്ളം സൂപ്പറായിരുന്നു, കോഫി സൂപ്പറായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതുപോലെ കോഫി വെള്ളം കുടിച്ചിട്ടുണ്ട്. ചുമ്മാ ഇരിക്കട്ടെ, ഇതൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗല്ലേ അല്ലേ. ഇപ്പോൾ നന്നായി. ഹായ്, ഒന്നും പറയാനില്ലേ? എൻ്റെ വീട്ടിൽ ഇതിൻ്റെ പോലെ ആളുണ്ട്, പേര് വൈശുട്ടി. എന്നറിയാമോ? അപ്പോൾ KLG ബ്ലോഗ് ലൈഫ് അടിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഒരു സൂപ്പർ വ്ളോഗായിരുന്നു, എല്ലാവരും മീറ്റ് ചെയ്ത് നല്ല ബന്ധങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ടൊക്കെ വരാം ഫ്രീ ആകുമ്പോഴൊക്കെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കറക്റ്റാക്കി നിൽക്കണം. വാ 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 വാ, ഞാൻ